ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെണ്ടക്ക കിച്ചടിയാണ്. സദ്യയിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള 15 വെണ്ടക്ക എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. വലിയ വെണ്ടക്കയാണെങ്കിൽ 10 എണ്ണമൊക്കെ മതിയാകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് മാറ്റം വരുത്താം. പിന്നെ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ നന്നായി ചൂടാകുമ്പോൾ അതിലോട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെണ്ടക്ക ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം ഇതിൽ നിന്നും. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനിയൊരു മിക്സിയുടെ ബ്ലെൻഡറിലോട്ട് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 പച്ചമുളക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അരക്കാൻ പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ബാലൻസ് ഉള്ളത് പിന്നെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാൻ 1 കപ്പ് മൊത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ആ മിക്സിയുടെ ജാറൊന്ന് മാറ്റി കൊടുത്തു കേട്ടോ. അപ്പോൾ അത് നല്ലോണം ചെറുതായതുകൊണ്ട്. അപ്പോൾ ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിലോട്ട് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു വറ്റൽമുളക് 1-2 കീറിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1-2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതിലോട്ട് അരച്ച തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ളത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടക്കയാണ്. അത് സെർവ് ചെയ്യാൻ നേരത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെണ്ടക്ക ചേർത്ത് കൊടുത്തിട്ട് ഇമ്മീഡിയറ്റ്ലി സെർവ് ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് കേട്ടോ അത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ്. ഇപ്പം ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. നല്ല അടിപൊളിയായിട്ടുള്ള വെണ്ടക്ക കിച്ചടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.